ഒരു ദിവസം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, കൃത്യമായി കൊണ്ട് പറയുന്നു റബീഉൽ അവ്വൽ 12 മൗലിദുൻ നബി ഫാത്തിമികളായിട്ടുള്ള ഖുലഫാക്കൾ ആഘോഷിച്ചിരുന്നു. ഇനി ആരാണ് ഈ ഫാത്തിമിയാക്കൾ? അവർ തുടങ്ങിയതാണ് എന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത്ര മോശപ്പെട്ടവരാണോ ഈ ഫാത്തിമിയാക്കൾ? ശരിക്കും ആരാണ് ഈ ഫാത്തിമിയാക്കൾ? റസൂലിന്റെ പ്രിയ പുത്രിയായിട്ടുള്ള കരളിന്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് കട്ടെടുത്തുകൊണ്ട് ഫാത്തിമിയ എന്ന വെള്ളപൂശിയ പേരിൽ അറിയപ്പെടുന്ന ഉബൂദിയ്യ എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട, വളരെ പിഴച്ചുപോയ ഒരു കക്ഷിയാണ് അൽ ഫാത്തിമിയ്യ. അതിനെ പറ്റിയിട്ട് അൽ ബിദായ വന്നിഹായിൽ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ കിതാബിൽ കൃത്യമായി കൊണ്ട് പറയുന്നു, വ്യക്തമായി കൊണ്ട് നമുക്ക് കാണാം. ഹുവ വസലഫുഹു, അവരാവട്ടെ, അവരുടെ മുൻഗാമികളാവട്ടെ, കുഫാറുൻ ഫുസാഖുൻ ഫുജാറുൻ, വെറും വാക്കുകളല്ല, കട്ടിക്കൂടിയ വാക്കുകളിൽ പറയുകയാണ്. കട്ടിക്കൂടിയ വാക്കിലാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. കാഫിർ എന്നല്ല പറഞ്ഞത്, കുഫാർ എന്നാണ് പറഞ്ഞത്. വെറും അവിശ്വാസികളല്ല, കടുത്ത അവിശ്വാസികളാണ്. ഫുസാഖാണ്, ഫുജാറാണ്, താന്തോന്നികളാണ്, കടുത്ത തെമ്മാടികളാണ്. മുൽഹിദൂന സനാദിഖ, അവർ അവിശ്വാസികളാണ് എന്നതിന് പോരാഞ്ഞിട്ട് അവർ നിഷേധികരാണ്, അവർ നിഷേധിക്കുന്നവരാണ്. പോരാത്തതിന് അവർ നിർമ്മിതവാദത്തിന്റെ ആളുകളാണ്, സനാദിഖുകളാണ്. നിരീശ്വരവാദം അവർക്കുണ്ട്. കഴിഞ്ഞില്ല. മുഅത്തിലൂൻ വലിൽ ഇസ്ലാമി ജാഹിദൂൻ, ഇസ്ലാമിനെ നിഷേധിക്കുന്നവരാണ്, ഇസ്ലാമിനെ നിന്ദിക്കുന്നവരാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഇസ്ലാമിന്റെ നേർവിപരീതമാണ് ഇവർ. പണ്ഡിതന്മാർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞിട്ടില്ല. അവരെ പറ്റി വീണ്ടും കൂടുതലായിട്ട് പറയുന്നു. വലിമദ്ഹബി സനവിയ്യതി വൽ മജൂസിയ്യതി മുഅ്തഖിദൂൻ, മജൂസികളുടെയും സനവികളുടെയും മദ്ഹബിൽ, അവരുടെ മൻഹജിൽ, അവരുടെ അഖീദയിൽ അവർ അംഗീകരിക്കുന്നവരാണ്, അതിൽ വിശ്വസിക്കുന്നവരാണ്, അതിലുള്ളവരാണ് അവർ. ആരാണ് മജൂസികൾ? ആരാണ് മജൂസികൾ? അവർ തീനെ ആരാധിക്കുന്നവരാണ്. അതുപോലെ തന്നെ സനവികൾ, അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്, ബിംബത്തെ ആരാധിക്കുന്നവരാണ്, ബിംബത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ മദ്ഹബ്, ഇവരുടെ മൻഹജ്, ഇവരുടെ അഖീദ, ഇവരുടെ വിശ്വാസം, അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരാണ് ഇവർ. ഖദഅത്തുൽ ഹുദൂദ്, ഇസ്ലാമിന്റെ പരിധികൾ അതിനെ ലംഘിച്ചവരാണ്, അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞവരാണ് ഇവർ. വഅബാഹുൽ ഫുറൂജ്, അവർ വ്യഭിചാരം ഹലാലാക്കിയവരാണ്, വ്യഭിചാരം ഹലാലാക്കിയവരാണ് അവർ. അതുപോലെ തന്നെ വഅഹലുൽ ഖുമൂർ, കള്ള്, മദ്യം, അത് ഹലാലാക്കിയവരാണ്. വസഫഖുൽ ദിമാ, രക്തം ചൊരിഞ്ഞവരാണ്. വസബ്ബുൽ അംബിയാ, പ്രവാചകന്മാരെ പറ്റി ഇല്ലാത്തത് പറയുന്നവരാണ്, അസഭ്യം പറയുന്നവരാണ്, അവരെ ചീത്ത വിളിക്കുന്നവരാണ്. പ്രവാചകന്മാരെ പറ്റി നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന പ്രവാചകന്മാർ മനുഷ്യർ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരാണവർ. അവരെ പറ്റിയിട്ടാണ് പറയുന്നത്. പച്ചക്കളവ് പറയുന്ന ആളുകളാണ്. കഴിഞ്ഞില്ല. വലഅനു സലഫ്, നമ്മുടെ മുൻഗാമികളെ സലഫുസ്സാലിഹികളെ പറ്റി, അവരുടെ പേര് കേൾക്കുമ്പോൾ, അവരെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥനയാണ് ഇവർ നടത്തുന്നത്. അവർക്ക് വേണ്ടി ശാപം തേടുകയാണ്, അവരെ ശപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ്. അവരെ പറ്റി ചീത്ത പറയുകയാണ്. ആ രൂപത്തിൽ പറയുന്ന ആളുകളാണ് ഇവർ. നമ്മുടെ സ്വഹാബിമാർ, താബിഉകൾ, തബഉ, ഏറ്റവും നല്ല ഉത്തമ 3 നൂറ്റാണ്ടിലെ ആളുകൾ, ഉത്തമ 3 തലമുറ, അവരെ പറ്റി അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയുന്ന ഒരു വഴിപിഴച്ച കക്ഷിയാണ് ഉബൈദിയ്യ എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി പറയുന്നു വദ്ദഅഉർ റുബൂബിയ്യ, അവർ റുബൂബിയ്യത്ത് വാദിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട റുബൂബിയ്യത്ത് അത് അവർക്കുണ്ട് എന്ന് വാദിക്കുന്ന പിഴച്ച കക്ഷികളാണ് ഇവർ. കൃത്യമായി കൊണ്ട് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മൗലിദുൻ നബി നമ്മൾ കാണുമ്പോൾ, അതിന്റെ അലങ്കാരങ്ങൾ കാണുമ്പോൾ, അതിന്റെ ആഘോഷങ്ങൾ കാണുമ്പോൾ, തോരണങ്ങൾ കാണുമ്പോൾ, പാരസം വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ, മധുരം വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ, മിഠായികൾ വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ, അതിന്റെ ജാഥ കാണുമ്പോൾ, അതിന്റെ മറ്റു കോപ്രായങ്ങൾ കാണുമ്പോൾ, DJ മ്യൂസിക് കാണുമ്പോൾ, അതിന് ചാടുന്നത് കാണുമ്പോൾ, 2 ഈദിനേക്കാളും വലിയ ഈദാക്കി അവർ ആഘോഷിക്കുന്ന കാണുമ്പോൾ ഈ ബിദ്അത്ത് വന്നത് ഈ നിർഗിഷ്ടരായ ജീവികളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയിട്ടുള്ള ഈ കുഫാറുകൾ, ഫുസാഖുകൾ, ഫുജാറുകൾ അവരിൽ നിന്ന് വന്നതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ നെഞ്ചകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്.